CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം പിണറായി വിജയൻ സർക്കാരിലേക്കും LDF സർക്കാരിന്റെ കാലത്ത് CMRLന് കിട്ടിയ സഹായങ്ങൾ ED അന്വേഷിക്കുന്നു. വീണയ്ക്ക് നൽകിയ മാസപ്പടിക്ക് പിന്നിൽ CMRLന് സർക്കാരിൽ നിന്ന് കിട്ടിയ വഴിവിട്ട സഹായങ്ങളെന്ന നിഗമനത്തിലൂന്നിയാണ് അന്വേഷണം. ഒന്നാം പിണറായി സർക്കാരിനെതിരെയാണ് അന്വേഷണം. എക്സാലോജിക്കിന് മാസപ്പടി നൽകാൻ കാരണം എന്താണെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. മുൻ സർക്കാർ CMRLനെ വഴിവിട്ട് സഹായിച്ചോ എന്ന് പരിശോധിക്കും. മാസപ്പടി ഇടപാട് നടന്നത് 2017 2020 ഇടയിലാണ്. എക്സാലോജിക്കിന് എങ്ങനെയാണ് CMRLന്റെ കരാർ കിട്ടിയതെന്നും ED പരിശോധിക്കും. വീണയുടെ മറുപടിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് ED വിലയിരുത്തുന്നു. കഴിഞ്ഞ 2 തവണ ചോദ്യം ചെയ്ത ഘട്ടത്തിലും വീണ നൽകിയ മൊഴികളിൽ വ്യക്തത ഇല്ലെന്നാണ് ED സംഘം പറയുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനിലേക്കും നീളും. CMRL നിന്നും വാങ്ങിയ 2 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തതയില്ല. മാത്രമല്ല CMRL ഉദ്യോഗസ്ഥരുടെ മൊഴികളും വീണ നൽകിയ മൊഴിയും തമ്മിൽ പൊരുത്തക്കേടുകളുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ED വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കോട്ടയത്ത് വൻ മയക്കുമരുന്ന് വേട്ട. ലക്ഷത്തോളം രൂപ വിപണി വില വരുന്ന മാരക ലഹരി മരുന്നായ MDMAയുമായി 2 യുവാക്കൾ പിടിയിൽ. പെരുന്ന സ്വദേശി നിബിൻ MB, തൃക്കൊടിത്താനം സ്വദേശി ഹാഷിം ലബ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 1/4 കിലോയോളം വരുന്ന MDMA പോലീസ് പിടിച്ചെടുത്തു. ബംഗളൂരിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫും പൊൻകുന്നം പോലീസും സംയുക്തമായി നടത്തിയ സാഹസിക നീക്കത്തിനൊടുവിലാണ് പ്രതികൾ പൊൻകുന്നത്ത് വെച്ച് വലയിലായത്. ദിണ്ടിഗൽ ദേശീയപാതയിൽ പൊൻകുന്നം ടൗണിൽ 2 പോലീസ് ജീപ്പുകൾ വളഞ്ഞാണ് സംഘത്തെ പിടികൂടിയത്. കാറിന്റെ ഡോറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. ഇവരിൽ നിന്ന് MDMA വാങ്ങാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും കാത്തുനിന്ന ജെയ്ത്തും അറസ്റ്റിലായി. കോട്ടയത്തെ പരിസര പ്രദേശങ്ങളിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ബംഗളൂരിൽ നിന്നിവർ ലഹരി വസ്തുക്കൾ എത്തിച്ചെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. പ്രതികൾക്ക് പിന്നിൽ വലിയൊരു ലഹരി മാഫിയ തന്നെയുണ്ടെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതേ തുടർന്ന് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് യെല്ലോ അലർട്ട്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരുന്ന 29-ാം തീയതി 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 29 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തൽ നടത്തുന്നതിനായി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിലേക്ക് പുതിയ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് കേരളത്തിന് നിർദ്ദേശം. ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റിയുടേതാണ് നിർദ്ദേശം. പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിനായി പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരളത്തോട് ആവശ്യപ്പെട്ടതായി മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ വിലയിരുത്തലിനായി കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചിരുന്ന TR ശിവരാജനെ ഏകപക്ഷീയമായി മാറ്റിയതിനെ തുടർന്ന് മോൻസ് ജോസഫ് കേന്ദ്ര ജലശക്തി വകുപ്പ് മന്ത്രി CR പാട്ടീലിന് കത്തയച്ചിരുന്നു. TR ശിവരാജനെ മാറ്റി ഉത്തർപ്രദേശ് പ്രതിനിധി ML ശർമ്മയാണ് സമിതിയിൽ ഉൾപ്പെടുത്തിയത്. ഇത് വിവാദമായിരുന്നു. തിരുവനന്തപുരം വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ R സുഗതനെതിരെ CPM ഇടപെടലിൽ കാപ്പ ചുമത്തിയതിനെ പിന്തുണച്ച് VD സതീശൻ സർക്കാരും. കാപ്പ ചുമത്തിയതിന് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകി. പിന്നിൽ CPMനെ പിന്തുണച്ചുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണെന്നാണ് ആരോപണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനാണ് CPMന് ഒത്താശ ചെയ്ത് സംസ്ഥാന സർക്കാർ കാപ്പയ്ക്ക് അംഗീകാരം നൽകിയത്. 101 അംഗങ്ങളുള്ള തലസ്ഥാന നഗരസഭയിൽ BJPക്ക് 50 അംഗങ്ങളാണ് ഉള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെയാണ് നഗരസഭ BJP ഭരിക്കുന്നത്. ഒരാൾ അയോഗ്യനാക്കിയാൽ കോർപ്പറേഷൻ ഭരണം CPMന് അട്ടിമറിക്കാനാകുമെന്ന കണക്കുകൂട്ടലാണ് BJP കൗൺസിലർമാരെ കള്ളക്കേസിൽ കൊടുക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതെന്ന ഒരു ആരോപണം ശക്തമാകുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട 20 BJP കൗൺസിലർമാരിൽ ഒരാളാണ് സുഗതൻ. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കും. കാപ്പ ഇളവ് തേടി കാപ്പ ബോർഡിനെയും സമീപിക്കും. ഭാരതത്തിന്റെ എഥനോൾ മിശ്രിത ഇന്ധനം സുരക്ഷിതമെന്ന് ഉറപ്പു നൽകി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. എഥനോൾ ഇന്ധനം വാഹനങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ഇൻഷുറൻസ് ക്ലെയിമുകൾ നഷ്ടപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. പിന്നാലെയാണ് കേന്ദ്രം വിശദീകരണം നൽകിയത്. ഇത് ഇൻഷുറൻസ് പരിരക്ഷയെ ബാധിക്കില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു.
കരിമ്പിൻ ജ്യൂസ്, ചോളം, മറ്റ് ധാന്യങ്ങൾ എന്നിവയിൽ നിന്നാണ് എഥനോൾ നിർമ്മിക്കുന്നത്. എന്നാൽ 80% പെട്രോളും 20% എഥനോളും മാത്രമാണ് അടങ്ങിയിരിക്കുന്നതെന്നും കേന്ദ്രം അറിയിച്ചു. ഭാരതത്തിലെ എഥനോൾ മിശ്രിതം കർശനമായ ഇന്ധന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും അവതരിപ്പിക്കുന്നതിന് മുമ്പ് കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം കൂട്ടിച്ചേർത്തു. എഥനോൾ മിശ്രിതം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട രീതിയാണ്. US, ബ്രസീൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. ഭാരതത്തിന്റെ അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുകയാണ് ഈ ഇന്ധനം ഉപയോഗിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, കർഷകർക്ക് ഉയർന്ന നേട്ടവും ഉണ്ടാക്കുന്നു. സംസ്ഥാനത്തെ 133 പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഡ്രഗ് കൺട്രോൾ വകുപ്പ്. ബ്രാൻഡഡ് മരുന്നുകൾ വിൽക്കുന്നുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായി 172 പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് 133 പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങൾക്ക് നോട്ടീസ് അയച്ചത്. ബ്രാൻഡഡ് മരുന്നുകൾ എന്തിനാണ് വിൽക്കുന്നതെന്ന് മറുപടി നൽകിയില്ലെങ്കിൽ സംസ്ഥാന മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് 1200-ലധികം പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളുണ്ട്. ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ ബ്രാൻഡഡ് മരുന്നുകൾ വിൽക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കി സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ശേഷിക്കുന്ന ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമെന്നും അധികൃതർ അറിയിച്ചു. ആഭ്യന്തര പാക്ക് ചെയ്ത LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പുള്ള നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിക്കുകയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തിയ എല്ലാ മേഖലാ നിയന്ത്രണങ്ങളും പിൻവലിക്കുകയും ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഇത് വ്യാവസായിക വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഗണ്യമായ ആശ്വാസം നൽകി. പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ബൾക്ക് LPG വിതരണവും ഭാഗികമായി പുനരാരംഭിച്ചതായും പ്രതിസന്ധിക്ക് മുമ്പുള്ള ഉപഭോഗ നിലവാരത്തിന്റെ 50% വരെ ഉപഭോക്താക്കൾക്ക് ഇപ്പോൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര LPG വിതരണ സ്ഥിതി മെച്ചപ്പെട്ടതിനെയും ഇറക്കുമതി ചെയ്ത LPG കാർഗോകളുടെ ലഭ്യത വർദ്ധിച്ചതിനെയും തുടർന്നാണ് ഈ തീരുമാനം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ സമയത്ത് ആഭ്യന്തര LPG ലഭ്യത തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിന് പെട്രോകെമിക്കൽ, മറ്റ് ഡൗൺ സ്ട്രീം മേഖലകളിൽ നിന്ന് C3, C4 സ്ട്രീമുകൾ LPG ഉൽപ്പാദനത്തിനായി മാത്രമായി ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിനായി അവശ്യവസ്തു നിയമനത്തിന് കീഴിലുള്ള വ്യവസ്ഥകൾ സർക്കാർ പ്രയോഗിച്ചിരുന്നു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുടെ ക്ഷണപ്രകാരം ജൂൺ 27 മുതൽ 29 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശന വേളയിൽ സീഷെൽസിന്റെ ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും. 2015 ശേഷം പ്രധാനമന്ത്രി മോദി ദ്വീപ് രാഷ്ട്രത്തിലേക്കുള്ള ആദ്യ സന്ദർശനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. സന്ദർശനവേളയിൽ ഇന്ത്യ സീഷെൽസ് സഹകരണത്തിന്റെ മുഴുവൻ സ്പെക്ട്രവും അവലോകനം ചെയ്യുന്നതിനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഹെർമിനിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇറാനുമായുള്ള ഏതൊരു കരാറും ഗൾഫ് അറബ് സഖ്യകക്ഷികളുടെ താൽപര്യങ്ങൾ കണക്കിലെടുക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിൽ ഗൾഫ് അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എണ്ണസമ്പന്നമായ മേഖലയിലെ സഖ്യകക്ഷികളുടെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും തുരങ്കം വയ്ക്കാത്ത ദീർഘകാല ശത്രുവായ ഇറാനുമായി ഒരു ശാശ്വത സമാധാനം വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുണ്ടെന്ന് റൂബിയോ പറഞ്ഞു. ഫെബ്രുവരി 28 ഇറാനെതിരായ US-ഇസ്രായേൽ ആക്രമണത്തോടെ തുടങ്ങിയ സംഘർഷം അവസാനിപ്പിക്കുന്ന US-ഇറാൻ ചട്ടക്കൂട് കരാറിന് ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല നയതന്ത്ര ദൗത്യമാണ് റൂബിയോയുടെ 3 ദിവസത്തെ ഗൾഫ് പര്യടനം. യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിൽ പൊതുപാതകളിലെ നിസ്കാരം നിരോധിക്കാൻ ഒരുങ്ങുന്നു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ഇസ്ലാമാബാദിനെ പോലെ ആകുമെന്ന് ഡാനിഷ് ഇമിഗ്രേഷൻ മന്ത്രി മോർട്ടൻ ബോട്ട്സ്കോപ്പ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം. അത്തരം പ്രാർത്ഥനകൾക്ക് രാജ്യവ്യാപകമായി നിരോധനം ഏർപ്പെടുത്താനുള്ള സാധ്യത സോഷ്യൽ ഡെമോക്രാറ്റിക് സർക്കാർ പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അത്തരമൊരു നിരോധനം നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നിർണ്ണയിക്കാൻ ഉദ്യോഗസ്ഥർ നിയമപരമായ അവലോകനം വീണ്ടും തുടങ്ങണമെന്ന് മന്ത്രി ബോട്ട്സ്കോപ്പ് ഡാനിഷ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു. കർശനമായ ശബ്ദ നിയന്ത്രണങ്ങൾ കാരണം കോപ്പൻഹേഗൻ ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ പുറത്തെ പ്രാർത്ഥനകൾ ഇതിനകം തന്നെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിലും ഡാനിഷ് സർക്കാർ ഇപ്പോൾ കൂടുതൽ കർശനമായ വിലക്കുകൾ പരിഗണിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.